ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ട് പട്ടാള മേധാവി. ഇത് വിരൽ ചൂണ്ടുന്നത് പട്ടാള അട്ടിമറിയിലേക്കാണോ? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മള് ഈ ബംഗ്ലാദേശിലെ നിരന്തരം വിഷയങ്ങളാണ്. ഇന്നലെ അവിടെ ഒരു വ്യോമ സേന അല്ലെങ്കിൽ അവരുടെ ബേസിന് ആക്രമണം നടന്നിട്ടുണ്ട്. അതിനകത്ത് ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്രാമീണരാണ് ചെയ്തതെന്നാണ്. പക്ഷെ ഗ്രാമീണർ ചെയ്യാൻ സാധ്യതയില്ല. വളരെ വലിയൊരു ആക്രമണമായിരുന്നു. കാരണം കൂടുതൽ ആൾക്കാരുടെ മരണം ആണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വ്യോമത്താവളം പൂർണ്ണമായിട്ടും കത്തിച്ചു കളയുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ പ്രദേശം തന്നെയാണ് വളരെ കൂടുതലായിട്ട് ഈ അരക്കൻ ആർമി കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൻമർ ബോർഡർ അതിനോട് അടുത്തുള്ള ഒരു വിമാനത്താവളമാണിത്. അപ്പൊ ഇതിനകത്ത് ഈ പ്രശ്നത്തിന് മൊത്തവും കാരണം അവിടെ ഈ പറയുന്ന ആഭ്യന്തര വിഷയത്തിന് ശേഷം യൂനസ് അധികാരത്തിൽ വരുന്ന താൽക്കാലിക ഗവൺമെന്റ് സംവിധാനം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ യൂനസ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനൊക്കെ പോകാതെ അയാളുടെ കയ്യിൽ കൂടി ഭരണം പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമി അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും സ്വാധീനത്തിൽ ബംഗ്ലാദേശ് മാറുകയാണ്. അതിന്റെ കൂടെ തന്നെ ഇതുവരെ അവരുടെ ബംഗ്ലാദേശ് ഉണ്ടായതിനു ശേഷം ഇതുവരെ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ പാകിസ്ഥാൻ പട്ടാളം അവിടെ കയറിയിട്ടില്ല. ഇപ്പൊ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ് ബംഗ്ലാദേശിന്റെ പോക്ക്. അതുപോലെ IS-ന്റെ പാകിസ്ഥാൻ ചാരസംഘടനയുടെ നിയന്ത്രണത്തിൽ. ഇതിനെ എല്ലാം വളരെ കൂടുതലായിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരവസ്ഥ. അതായത് ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാതെ ആ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം രീതിയിൽ ആ രാജ്യം അസ്ഥിരപ്പെടാമോ ആ രീതിയിലേക്കെല്ലാം അസ്ഥിരപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ പട്ടാള മേധാവി എന്ന് പറയുന്ന ആൾ ഉസ്മാൻ എന്ന് പറയുന്ന പട്ടാള മേധാവി നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇയാൾ ഹസീനയുടെ ഒരു ബന്ധുവാണ്. ഈ ഹസീനയുടെ ബന്ധുവാണെങ്കിൽ പോലും അതിനകത്ത് വളരെ കാലം കൊണ്ട് ബംഗ്ലാദേശിൽ നടത്താനിരുന്ന അട്ടിമറിയുടെ ഒരുക്കങ്ങളുടെ ഭാഗമാണെന്ന് നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ ഒരു ഹിന്റ് നമ്മൾ വന്ന് ഹസീനയ്ക്ക് കൊടുത്തതാണ്. ഹസീന അത് അത്രത്തോളം വിലക്കെടുത്തില്ല. കാരണം ഹസീന വിചാരിച്ചു 10 കൊല്ലം ഞാൻ ഭരിച്ചു, വീണ്ടും അധികാരത്തിൽ വന്നു, വളരെ വലിയ ജനാധിപത്യ പിന്തുണയുള്ള ഞാനാണ്, അതുകൊണ്ട് എല്ലാം എന്റെ കീഴിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ ആയിരിക്കും എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷെ അവിടെ അട്ടിമറി, നേരത്തെയും പട്ടാള അട്ടിമറി നടന്നിട്ടുള്ള ഇതാണ് ബംഗ്ലാദേശ്. 75 ഈ പറയുന്ന പോലെ ഇവരുടെ പ്രതിപക്ഷ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഖാലിദയുടെ ഭർത്താവ് അവിടെ അട്ടിമറി നടത്തിയാണ്. അന്നാണ് ഈ ഹസീനയുടെ കുടുംബത്തിലെ ഒരു 40 പേരെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇവരന്ന് വെളിയിലായിരുന്നു, ഇവരുടെ സഹോദരിയും വെളിയിലായിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിർത്തി ഇലക്ഷൻ നടത്തി ഇവരെ തിരിച്ചു അവിടെ പ്രധാനമന്ത്രിയാക്കി അവരോധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ പട്ടാള അട്ടിമറി പുതുമയുള്ള ഒരു രാജ്യമല്ല ബംഗ്ലാദേശ്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പം ഈ ഹസീന അന്ന് അവിടുന്ന് ഒരു കലാപം, ആദം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി സംഘടന, അല്ലെങ്കിൽ ഒരു സംവരണം, ഇതിന്റെയൊക്കെ പേര് പറഞ്ഞ് കൃത്യമായ ഒരു ആസൂത്രണം ചെയ്ത ഒരു അട്ടിമറിക്ക് ശേഷം ആ രാജ്യത്തിനകത്ത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടുപോകുന്ന ഭരണം ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് യൂനസിന്റെ ഭരണമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പം ഹസീനയുടെ ബന്ധുവായിട്ടുള്ള ഈ പറയുന്ന പട്ടാള മേധാവി ഒരുപക്ഷെ അന്ന് അട്ടിമറിക്ക് ശേഷം അയാളുടെ പട്ടാള ഭരണം അവിടെ കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ അയാൾക്ക് ആ രാജ്യത്തിന്റെ മേധാവി എന്ന് ആഗ്രഹിച്ച ഒരു ഘടകം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവിടെ ഈ പറയുന്ന കലാപത്തിന്റെ അവസാനം കൊട്ടാരം കൊള്ളയടിക്കുമ്പോൾ ഹസീനയിൽ കിട്ടിയാൽ വധിക്കാൻ തയ്യാറെടുത്ത് വരുന്ന കലാപകാരികളെ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ വധിക്കാൻ തയ്യാറെടുത്ത് വരുന്ന കലാപകാരികളിൽ നിന്നും ഹസീനെ വളരെ കൃത്യമായിട്ട് രക്ഷിച്ചെടുക്കുന്ന ഒരുപക്ഷെ പട്ടാളമാണ്, അല്ലെങ്കിൽ പട്ടാളത്തിന്റെ എയർഫോഴ്സിന്റെ ഒരു വിമാനം അവിടുന്ന് കൊടുക്കുകയും നമ്മളുടെ സപ്പോർട്ടോട് കൂടിയാൽ, നമ്മുടെ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അവരെ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. എന്നാലും അവിടുന്ന് അവർക്ക് പറന്നുയരാൻ ഒരു സംവിധാനം ഒരുക്കി കൊടുത്ത. അപ്പം ഈ ഹസീനയുടെ ബന്ധു ഉദ്ദേശിച്ചത് അവരവിടുന്ന് മാറിക്കോട്ടെ, അട്ടിമറിയിൽ കൂടി മാറിക്കോട്ടെ, അതിനുശേഷം പട്ടാള ഭരണം വരാമെന്ന്. പക്ഷെ പട്ടാള ഭരണത്തില് ആ രാജ്യത്ത് അന്ന് എത്തിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് ഈ അട്ടിമറിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചൈനയ്ക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഒക്കെ ബന്ധം, അമേരിക്കയായിരിക്കും ഒരു ദിവസം യൂനസിനെ അവരോധിക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് പട്ടാള മേധാവിയുടെ കയ്യിൽ നിന്ന് ഭരണം പോകുന്ന ഒരവസ്ഥ, ഇപ്പൊ യൂനസിന്റെ നേതൃത്വത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഭരണം നടത്തിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ.
അപ്പൊ ബംഗ്ലാദേശ് അരാജകത്വത്തിന്റെ അങ്ങേയറ്റമാകുന്ന ഒരവസ്ഥ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന പട്ടാള മേധാവി പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നമ്മൾക്ക് മാറ്റി നിർത്തി ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒക്കത്തില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടുള്ളത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയെ ചേർത്ത് പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവിടെ വലിയ എതിർപ്പ് അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ വിഷയത്തോടു കൂടിയും അല്ലെങ്കിൽ IS-ന്റെ ഇടപെടലോടുകൂടിയും ഇന്നലെ പട്ടാള മേധാവി പറഞ്ഞിരിക്കുന്നത്, ഞാൻ തരുന്നു താക്കീത്, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല ബംഗ്ലാദേശ്. ഇങ്ങനെ പോയാൽ ഇവിടെ ഈ ബംഗ്ലാദേശിന്റെ ഭരണം ഇങ്ങനെ പോയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അരാജകത്വത്തിലേക്ക് പോയാൽ, രാജ്യത്തിനകത്തൊരു ഭരണഘടനാ സംവിധാനത്തിനനുസരിച്ചുള്ള ഭരണമില്ലാതെ പോയാൽ എനിക്ക് അല്ലെങ്കിൽ പട്ടാള സംവിധാനത്തിന് ഇടപെടേണ്ടി വരും. ഇവിടെ പാകിസ്ഥാന്റെ കടന്നുകയറ്റം അനുവദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരസംഘടന IS-ന്റെയും കടന്നുകയറ്റം അനുവദിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായാൽ ഭരണം പട്ടാളം ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റെടുക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ആ ഒരു പറച്ചിലിന് ശേഷം മുന്നോട്ട് പോകാനുള്ള സാധ്യതയല്ല. പട്ടാള ഭരണം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മളൊരു കാര്യം, അതും ഇതുപോലെ ഒരു രാജ്യത്തിനകത്ത് പട്ടാള ഭരണം അല്ലെങ്കിൽ പട്ടാള അട്ടിമറി, അത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ റോൾ ഇപ്പൊ യൂനസ് ആണ് വഹിക്കുന്നത്. ആ യൂനസ് പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ യൂനസിനെയൊക്കെ പിടിച്ച് അകത്ത് വെച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് തുടങ്കലിൽ വെച്ച് ആണ് പട്ടാള അട്ടിമറിയൊക്കെ നടത്തുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് അട്ടിമറി നടത്തുക എന്ന് പറഞ്ഞാൽ പട്ടാള അട്ടിമറി ഉടനെ ഉണ്ട്. അതിനകത്ത് ആ പട്ടാള അട്ടിമറിയുടെ പിറകിൽ അതിനുശേഷം അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇലക്ഷൻ നടക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇലക്ഷൻ നടന്ന് അവിടുത്തെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് നേരത്തെ നടന്നുകൊണ്ടിരുന്നത് പോലെ ഉള്ള ഒരു ഭരണം വേണമെന്നുമാണ് പറയുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ ഒരു ഇടപെടലുണ്ട്. നമ്മൾ ഈ പറഞ്ഞില്ലേ, അന്ന് അട്ടിമറിക്ക് ശേഷം അവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഇടപെടൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അരക്കൻ ആർമിക്ക് അവിടെ കയറാൻ സാധിച്ചത്. അവിടുത്തെ ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അരക്കൻ ആർമിയുടെ കയ്യിലാവുന്നത്. അരക്കൻ ആർമി അവിടെ പട്ടാളത്തേക്കിനപ്പുറം അവരെ പട്ടാളത്തെ പോലും നിയന്ത്രിച്ച് അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് അരക്കൻ ആർമിക്ക് പല പ്രദേശങ്ങളും പിടിച്ചടക്കി നിൽക്കാൻ സാധിക്കുന്നത് അതിനകത്ത് ഇന്ത്യയുടെ ഇടപെടലില്ല. അതുപോലെ തന്നെ അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര കലപങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് റോ പോലെയുള്ള നമ്മുടെ സംവിധാനം ഇടപെടുന്നുണ്ട്. അല്ലെങ്കിൽ നടക്കുന്നത് ഇപ്പം ഇങ്ങനെ ഇടപെട്ട് ആ രാജ്യത്തിന്, അതുപോലെ തന്നെ ഇപ്പൊ പട്ടാള മേധാവിയായിട്ട് ഇപ്പൊ സംസാരിച്ചു കാണും. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരാത്ത വാർത്തയാണ്. അവിടെ ഈ പറയുന്ന ഹസീനയുടെ നേതൃത്വത്തിൽ ഇതുവരെ ഹസീനയുടെ പാർട്ടിക്കാർക്ക് വെളിയിൽ ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതുവരെ ഹസീനയുടെ പാർട്ടിക്കാരെ കാണുന്നവരെ പിടിച്ച് അകത്തിരുന്ന ഒരു സംവിധാനം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അവിടെ വലിയ പ്രക്ഷോഭം അവർ ഓപ്പറേറ്റ് ചെയ്തു. അവര് പറഞ്ഞു, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ അവഹേളിച്ചതിന് ഇവിടുത്തെ യൂനസ് മറുപടി പറയേണ്ടി വരും, മറുപടി പറയിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും. ആ രീതിയിലേക്കുള്ള പ്രകടനവും പൊതുസമ്മേളനവും ലഘുലേഖ വിതരണവും ഒക്കെ നടക്കും. കുറെ ദിവസങ്ങളിൽ ഈ വാർത്തകൾ വരുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു മാറ്റം, അവിടെ യൂനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂനസിന്റെ കയ്യിൽ നിൽക്കാത്ത ഒരു ആഭ്യന്തര വിഷയം, അപ്പം ഉരുത്തിരിയുന്ന ആഭ്യന്തര വിഷയം, അത് പട്ടാളത്തിന്റെ രൂപത്തിലായാലും പ്രതിഷേധത്തിന്റെ രൂപത്തിലായാലും എന്തിന്റെ രൂപത്തിലായാലും അത് നാളെ കാലത്തെ വീണ്ടും ഹസീനയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ പറയുന്നത് പോലെ ഇപ്പം അവിടെ ഇലക്ഷൻ നടത്തുന്നതിനും ഹസീനയെ തിരിച്ചെത്തിക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിയണമെങ്കിൽ യൂനസിന്റെ നേതൃത്വത്തിൽ നിന്ന് അവിടുത്തെ ഭരണം മാറണം. അതിനെ ഇപ്പം ഇന്ത്യ ആലോചിക്കുമ്പോൾ, ഒരുപക്ഷെ റോയ് ആലോചിക്കുമ്പോൾ, ഇവിടുത്തെ അജിത് ഡോവൽ ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും പറ്റിയ മാർഗം പട്ടാള ഭരണം തന്നെയാണ്. അപ്പൊ പട്ടാള ഭരണം, ആ പട്ടാളത്തെ ഉപയോഗിച്ച്, അവിടുത്തെ പട്ടാള അധികാരിയെ ഉപയോഗിച്ച് വീണ്ടും ഈ പറയുന്ന ഹസീനയെ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നാണ് ഈ പട്ടാള അട്ടിമറിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ കരുതാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.